നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ നിലമ്പൂർ ആവേശത്തിൻ്റെ പരസ്യപ്രചരണത്തിന് വിട പറഞ്ഞ് നിശബ്ദ പ്രചരണത്തിൻ്റെ ഗൗരവത്തിന് വഴിമാറി. ഇനി ഒരു നാൾ ശേഷം പോളിംഗ് ബൂത്തിലേക്ക് സമ്മതിദാന അവകാശം വിനിയോഗം എങ്ങനെയെന്ന് ഓരോ മനസ്സും നിശ്ചയിച്ചിട്ടുണ്ടാകണം. പെൻഷനും ലൈഫും അടക്കം പാവങ്ങൾക്ക് സംരക്ഷണമൊരുക്കിയ പദ്ധതികളെ ആക്ഷേപിച്ചതും ഒരു കുഞ്ഞിൻ്റെ മരണത്തെ അനാവശ്യമായി രാഷ്ട്രീയവൽക്കരിച്ചതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിശോധനകളെ പെറ്റി ഈഗോ പശ്ചാത്തലത്തിൽ ഡ്രാമയാക്കിയതും ഒടുവിൽ പരമ്പരാഗത മുസ്ലിങ്ങളും പണ്ഡിതന്മാരും മതവിശ്വാസികളും മതേതരവാദികളുമൊക്കെ എതിർക്കുന്ന മതരാഷ്ട്രവാദികളെ പങ്കാളിയാക്കിയതുമൊക്കെ ഈ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ നാം കണ്ടു. പരന്ന വായനയും ധൈഷണിക ഇടപെടലും സമരങ്ങളും പാർശ്വവൽകൃത ജനതയോട് ഐക്യദാർഢ്യവും കൊണ്ട് കേരളത്തെ ആകെ പുളകമണിയിച്ചവൻ ഹൃദയപക്ഷത്തെ പ്രതിനിധീകരിച്ചെത്തിയത് മുതൽ UDF ചേരി ആശങ്കയിലായിരുന്നതും നമ്മൾ കണ്ടു. മണിപ്പൂരും ഗാസയും കത്തിയമരുമ്പോഴും നിലാരംഭരായ കുഞ്ഞുങ്ങൾ തെരുവിൽ അലഞ്ഞപ്പോഴും അനീതി പ്രതിഫലിച്ച ഓരോ മുഹൂർത്തങ്ങളിലും പിടയുന്ന മനസ്സോടെ കേരളത്തിൻ്റെ ഹൃദയത്തിൽ കോറിയിട്ട M. സ്വരാജ് മണ്ഡലത്തിൽ തുടരുന്ന കുടുംബ പരിചയത്തിൻ്റെ മേൽക്കൈയോ നിലപാടുകളുടെ തീപ്പന്തത്തെയോ തങ്ങളുടെ പ്രതിനിധിയാക്കണമെന്ന് രാഷ്ട്രീയത്തോടൊപ്പം നിലമ്പൂർ ജനത വിലയിരുത്തുന്നത്. പരിശോധിക്കാം നമുക്ക് ഈ മൗനമുഹൂർത്തത്തിലെ രാഷ്ട്രീയങ്ങളെ. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: VPP മുസ്തഫ, CPIM മുതിർന്ന നേതാവ്; നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് വക്താവ്; ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ A. സജീവൻ. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദിലേക്ക്. ശ്രീ നിജേഷ് അരവിന്ദ്, എങ്ങനെയാണ് UDF ആ തുടക്കത്തിലും മധ്യത്തിലും ഉണ്ടായ ആ അങ്കലാപ്പ് ഇപ്പോഴും ഉണ്ടോ? തുടക്കത്തിലും മധ്യത്തിലും ഒടുക്കത്തിലുമുള്ള ആവേശം ഇപ്പോഴുമുണ്ട്. അത് 19-ാം തീയതി ഉണ്ടാവും, 23-ാം തീയതിയും ഉണ്ടാവും. ആ ആവേശത്തോടു കൂടി നിയമസഭയിൽ ഒരു അംഗത്തെ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസിന് കിട്ടും. തീർച്ചയായും. ശ്രീ VPP മുസ്തഫ, എന്തൊക്കെയാണ് LDFൻ്റെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം? തീർച്ചയായും ഞാൻ ശ്രീ VPP മുസ്തഫയിലേക്ക് എത്താം. ശ്രീ A. സജീവൻ, വിവിധ തരത്തിലുള്ള രാഷ്ട്രീയമായ വാഗ്വാദങ്ങൾ, പോരുകൾ, അങ്ങനെ ശാക്തിക ബലാബലം ആ അർത്ഥത്തിൽ പരീക്ഷിച്ചത് നാം കണ്ടു. ഇപ്പോൾ കൊട്ടിക്കലാശിച്ചിരിക്കുന്നു. ഇനി അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഏതൊക്കെ തരത്തിലാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്? നിലമ്പൂർ മണ്ഡലത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ ആ മണ്ഡലം ഇന്ന് വരെ കാണാത്ത രൂപത്തിലുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അത് കുറെ കാലമായിട്ട് UDF കൈവശം വെച്ച മണ്ഡലമാണ്. നേരത്തെ കുഞ്ഞാലി ജയിച്ച സ്ഥലമാണെങ്കിലും പിന്നീട് TK ഹംസ കോൺഗ്രസ് വിട്ട് വന്നപ്പോൾ ജയിച്ചതാണെങ്കിലും അതേപോലെ PV അൻവർ കോൺഗ്രസ് വിട്ട് വന്ന് ജയിച്ച 2 സമയമാണെങ്കിലും ഒക്കെ ഈ ഘട്ടങ്ങളിലല്ലാതെ UDFന്റെ കൈവശം ഉണ്ടായിരുന്ന മണ്ഡലമാണ്. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന രൂപത്തിൽ വളരെ ശക്തമായ രൂപത്തിലുള്ള സാന്നിധ്യം, അത് ഒരു ജയിക്കും എന്നൊരു ആത്മവിശ്വാസം LDFന്റെ പ്രവർത്തകരിൽ ഉണ്ടാക്കി തീർക്കുന്ന രീതിയിലുള്ള പ്രചരണം അത് ഇത്തവണ കണ്ടു. വളരെ ഇന്നത്തെ ഒരു കൊട്ടിക്കലാശം തന്നെ നോക്കിയാൽ അറിയാം. ഞാനിത് LDFന്റെ ആത്മവിശ്വാസത്തെ കുറിച്ച് മാത്രമല്ല, ഈ ആവേശം LDFലും UDFലും ഒരേപോലെ ഉണ്ട്. വളരെ ശക്തമായ രൂപത്തിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അതേ സമയത്ത് ഈ BJPയുടെ കൊട്ടിക്കലാശമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവർ പ്രചരണ രംഗത്ത് എത്രമാത്രം അവർക്ക് അത്ര വലിയ അവർ പ്രതീക്ഷിക്കുന്നില്ല, അവർ പറയുന്ന രൂപത്തിലുള്ള ഒരു അട്ടിമറിയൊന്നും അവർക്ക് നടത്താൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. അത് BJPയിലെ കൊച്ചുകുട്ടികൾ പോലും അങ്ങനെ വിശ്വസിക്കില്ല. രണ്ടാമത്തെ കാര്യം, അവർക്ക് നേരത്തെ കിട്ടിയിരുന്ന 2016 കിട്ടിയിരുന്ന ഈ 7% വോട്ട് ഷെയർ അതിലേക്കെങ്കിലും എത്താൻ പറ്റുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്.
ഇപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി അവർ കണ്ടെത്തിയത്. അങ്ങനെ ആവുമ്പോൾ പോലും അവരതൊക്കെ ചെയ്യുമ്പോഴും ഇപ്പുറത്ത് BDJS ഉൾപ്പെടെയുള്ള നമുക്കറിയാം അവരുടെയൊക്കെ പ്രതികരണത്തിലൂടെയൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്ര ഒരു വലിയ ആവേശം അവർ കാണുന്നില്ല. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ കുറച്ച് ദിവസത്തെ കുറച്ച് കാലത്തെ പ്രതികരണങ്ങൾ വെച്ചുകൊണ്ടാണെങ്കിൽ SNDP യോഗത്തിന്റെ പിന്തുണയൊന്നും അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. നേരത്തെ BDJSന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ 2016 മത്സരിച്ചപ്പോൾ ഗംഭീരമായ 7% മുകളിൽ അവർക്ക് വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറഞ്ഞു. BJP മത്സരിച്ചപ്പോൾ കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് BJP ഒരു പ്രസക്തമായ രീതിയിലുള്ളതല്ല. ഈ ഏറ്റവും കൂടുതൽ കാണുന്നത് പലപ്പോഴും ആത്മവിശ്വാസം ഇല്ലാത്ത രൂപത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും LDFനെ കണ്ടിട്ടുണ്ട്. അതല്ലാതെ വളരെ സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ആ മണ്ഡലത്തിൽ തന്നെയുള്ള സ്ഥാനാർത്ഥിയാണ്, യുവാവായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ഇങ്ങനെ പല ഘടകങ്ങളും വെച്ചിട്ട് നമുക്കറിയാവുന്ന യുവാക്കളുടെ ഒരു വലിയ ഒരു ആഘോഷം തന്നെ LDFന്റെ ഭാഗത്ത് കണ്ടു. അത് UDFന്റെ ഭാഗത്ത് ഇതേപോലെ ശക്തമായ രൂപത്തിൽ യുവ നേതൃത്വം ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നെക്ക് ടു നെക്ക് എന്ന രീതിയിലുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അവിടെ PV അൻവർ, നമ്മളെല്ലാവരും വിചാരിച്ച് PV അൻവറിന്റെ നിലപാട്, അൻവർ എത്ര വോട്ട് പിടിക്കും, അത് ഇപ്പോഴും പ്രസക്തമാണ്. പക്ഷേ PV അൻവറിനെ നമുക്ക് എപ്പോഴും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഓരോ ഘട്ടത്തിലുള്ള പ്രതികരണങ്ങൾ ഓരോ രൂപത്തിലാവും. ഇന്ന് പോലും അദ്ദേഹം ഈ പൊട്ടിക്കലാശം ഒന്നും അദ്ദേഹത്തെ ബാധിക്കാത്ത രൂപത്തിൽ ആളുകളെ കാണാൻ പോകുന്നു പറയുന്നു. അതൊരു ഒരു തന്ത്രമാണോ എന്ന് പോലും നമുക്ക് സംശയിച്ചാൽ അത് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ നിൽക്കുന്നു. അദ്ദേഹത്തിന് ഇതുവരെ പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾ വ്യത്യാസം വരുന്നു. അപ്പോ PV അൻവറിന്റെ ഒരു നിലപാടിൽ എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ, അത് രഹസ്യമായ വല്ല ഡീലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തായാലും അതിശക്തമായ രൂപത്തിൽ ഒരു ഘട്ടത്തിൽ LDFന് ഇപ്പോഴും LDFന് നല്ലൊരു സാധ്യത പല ആളുകളും വിചാരിക്കുന്ന ഈ സ്ഥാനാർത്ഥിയുടെ സ്വരാജ് ആനു എന്നുള്ളതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥി വന്നതോടുകൂടി ഉണ്ടായ ചിത്രത്തിന് വന്നുള്ള മാറ്റം, ആ മാറ്റമൊക്കെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നീട് ഈ അടിവലികൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ചിത്രത്തിൽ മാറ്റം വരിക. വീണ്ടും ഞാൻ പറയുന്നു, ഇത് നെക്ക് ടു നെക്ക് പോരാട്ടമാണ്. തീർച്ചയായും. ശ്രീ VPP മുസ്തഫ, പരമ്പരാഗതമായി UDFനെ പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ് എന്ന ആത്മവിശ്വാസം, അത് LDF ഇടയ്ക്ക് തട്ടിയെടുത്തതാണ് എന്ന ആത്മവിശ്വാസം, ആര്യാടൻ കുടുംബത്തിലുള്ള ആത്മവിശ്വാസം, ഇതൊക്കെയായിട്ടാണ് അവർ നിൽക്കുന്നത്. നിങ്ങൾക്ക് വികസനത്തിൻ്റെ 2000 കോടിയുടെ വികസനം ആ നിലമ്പൂർ മണ്ഡലത്തിൽ നടപ്പാക്കാനായതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. ഒപ്പം മറ്റ് പല ഘടകങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സജീവൻ സൂചിപ്പിച്ചതുപോലെ സ്വരാജ് എന്ന അവിടുത്തുകാരനായ കേരളത്തിന് മുഴുവൻ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ വ്യക്തിത്വം, രാഷ്ട്രീയ വ്യക്തിത്വം എന്ന അർത്ഥത്തിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം? അജിൻഷാദ്, ഇത് കേവലമായ ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമല്ല. നമ്മുടെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. നേരത്തെ നമ്മുടെ നാട്ടിൽ ഒരു ധാരണയുണ്ടായിരുന്നു, ഒരു 980-കൾ തൊട്ടുണ്ടായിരുന്ന ഒരു ധാരണ 5 വർഷം കൂടുമ്പോൾ കേരളത്തിൽ ഭരണം മാറും എന്നതായിരുന്നു. അത് 80 മുതൽ ഈ 2021 വരെയും അതായിരുന്നല്ലോ കേരളത്തിന്റെ ഒരു ചരിത്രം. അതിനു മുമ്പ് അങ്ങനെയായിരുന്നില്ല. 57 കേരളം ഉണ്ടായെങ്കിൽ പോലും 57 ആദ്യത്തെ ഗവൺമെന്റ് 28 മാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ്, പിന്നെ 10 വർഷം വേണ്ടി വന്നു. 69-ലാണ് രണ്ടാമതൊരു ഇടതുപക്ഷം വരുന്നത്, വീണ്ടും EMS. അത് 69-ൽ വീണു. പിന്നെ 11 വർഷം കഴിഞ്ഞിട്ട് 80-ലാണ് നായനാർ ഗവൺമെന്റ് വരുന്നത്. അപ്പൊ 80 വരെ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് 2 വർഷം LDF ഭരിച്ചാൽ 10 വർഷം UDF എന്നതായിരുന്നു. എന്നാൽ 80-ന് ശേഷം 5 വർഷം എന്നുള്ളതായി. എന്നാൽ 2016-ന് ശേഷം ആ ചിത്രം മാറുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണം സാധ്യമാകുന്നു. കേരളം ഇടതുപക്ഷത്തോടൊപ്പം കൂടുതൽ ശക്തമായി അണിനിരക്കുന്നു. അതെന്തുകൊണ്ടാ? ഇടതുപക്ഷ ഭരണത്തിൽ സാധ്യമായിട്ടുള്ള കേരളത്തിന്റെ വികസനം, നവകേരള വികസനം എന്ന് പറയുന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല. അതിന്ന് കേരളത്തിന്റെ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു വിപുലമായ സ്വപ്നത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വികസന തുടർച്ചയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ കൂടുതൽ വിസ്തൃതമായ ഒരു മേഖലയും ഉണ്ടാകാൻ ഇനിയും ഒരു ഭരണ തുടർച്ച ഉണ്ടാകണം. അത് കേരളത്തിന്റെ ഭാവിക്ക് അനിവാര്യമാണ് എന്ന് പൊതുവിൽ കേരള ജനത കരുതുന്നു. അത് തന്നെയാണ് നിലമ്പൂരിന്റെ അനുഭവം. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 9 വർഷം 2000 കോടിയുടെ വികസനം,
ഇപ്പോ ഇടതുപക്ഷത്തെയും പിണറായിയെയും പി വി അൻവർ തള്ളി പറയുന്നു. പക്ഷെ താൻ MLA ആയിരുന്ന 9 വർഷം കൊണ്ട് കൊണ്ടുവന്ന വികസനത്തെ അദ്ദേഹം പോലും ഏറ്റവും ശക്തമായിട്ട് തന്നെ എടുത്തു പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നിലമ്പൂരിന്റെ കേരളത്തിന്റെ രാഷ്ട്രീയം മാറുന്നു, നിലമ്പൂരിന്റെ രാഷ്ട്രീയവും മാറുന്നു. അതുകൊണ്ട് പരമ്പരാഗതമായ പഴയൊരു UDF മണ്ഡലമല്ല ഇന്നിപ്പോ കേരളം എന്നതുപോലെ തന്നെ നിലമ്പൂരും. ആ രാഷ്ട്രീയ മാറ്റത്തിന്റെ ശരിയായ ഒരു ചിത്രമാണ് ഇത്ര ശക്തമായിട്ട്. ഇന്നിപ്പോ നമ്മളിപ്പോ ഈ കരകാണ കടലല പോലെ എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും ആലങ്കാരിക ഭാഷയിൽ പറയാറുണ്ട്. പക്ഷെ ഇന്നത്തെ കൊട്ടിക്കലാശത്തിൽ നമ്മൾ കണ്ടത് അതല്ലേ? അത്ര വിപുലമായൊരു ജനപങ്കാളിത്തമല്ലേ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഈ അവസാനത്തെ മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. തീർച്ചയായിട്ടും M സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ മികവ് അതിൽ വലിയ ഘടകമാണ്. അത് കേവലമായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവമല്ല, നിലപാടാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്വരാജിന് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള പരിവേഷം ഉണ്ടാകുന്നതല്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളിലൂടെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ, സമീപനങ്ങളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ M സ്വരാജ് എന്ന് പറയുന്ന യുവ നേതാവ് ആർജിച്ചെടുത്ത ഒരു അംഗീകാരമായിട്ടാണ് അത് വരുന്നത്. അല്ലാതെ മാധ്യമങ്ങളുടെ ഒരു പരിലാളന കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളിലെ ബൂസ്റ്റിംഗ് കൊണ്ടോ ഉണ്ടായിത്തീർന്ന ഒരു നേതൃരൂപമല്ല സഖാവ് M സ്വരാജ്. അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള, ജനപക്ഷത്ത് നിൽക്കുന്ന, നാടിന്റെ സ്പന്ദനം അറിയുന്ന ഒരു നേതൃരൂപം എന്നുള്ള നിലയിലാണ് സഖാവ് സ്വരാജ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും സാധാരണക്കാരനായ തൊഴിലാളികൾ തൊട്ട് നമ്മുടെ സമൂഹത്തിലെ വലിയ ബുദ്ധിജീവികൾ വരെ, സാഹിത്യ പ്രവർത്തകരും കലാകാരന്മാരും വരെ M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോ M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം, അതിന് ലഭിച്ചിട്ടുള്ള സ്വീകാര്യത, ഇടതുപക്ഷ ഭരണത്തിന്റെ മേന്മ, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, ഇതെല്ലാം ചേരുമ്പോഴാണ് നിലമ്പൂരിലെ ഈ പുതിയ മുന്നേറ്റം, ആസന്നമായ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിന്റെ എല്ലാം മുന്നിൽ ശക്തമായിട്ട് നിൽക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ ഒരു അഭിഷേകം കൃത്യമായിട്ടും നിലമ്പൂരിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വികാരം എന്താ? ഇനി 11 മാസമാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ MLAക്ക് ഉണ്ടാവുക. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLAയെ കൊണ്ട് എന്ത് കാര്യം? അതും ഇപ്പോ നിർത്തിയ UDFന്റെ സ്ഥാനാർത്ഥിയെ പോലുള്ള ഒരു ആളാണ് MLA ആയിട്ട് വരുന്നതെങ്കിൽ, അപ്പൊ സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിരുന്ന് അതിനിർണായകമായ സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിയുന്ന 9 വർഷം അങ്ങനെ ഭരണപക്ഷത്തിരുന്നപ്പോൾ അൻവർ എന്ന് പറയുന്ന സ്വതന്ത്ര MLAയെ ഉപയോഗിച്ചിട്ട് ഈ 2000 കോടിയുടെ വികസനം കൊണ്ടുവരാൻ വേണ്ടി കഴിയുമെങ്കിൽ, നിർണായകമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഭരണപക്ഷത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവും CPIMന്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവുമായിട്ടുള്ള M സ്വരാജ് 10 മാസമെങ്കിൽ 10 മാസം അത് ഏറ്റവും കാര്യക്ഷമവും ഫലപ്രദവുമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇതാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. ആ വികാരത്തിനൊപ്പമാണ് ജനങ്ങൾ നിൽക്കുക. അതുകൊണ്ട് ഒരു വഞ്ചകന്റെ ഭാഗമായിട്ട് വന്ന അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അത് വേസ്റ്റ് ആകരുത്. തങ്ങളുടെ ഒരു വോട്ട് അത് നാടിന് ഗുണപ്രദമാകണം, തങ്ങൾക്ക് ഗുണപ്രദമാകണം എന്ന് വോട്ടർമാർ ആഗ്രഹിക്കും. അവിടെ അവരുടെ മനസ്സിലുള്ളത് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA ആണ് അടുത്ത 10 മാസം കൊണ്ട് നിലമ്പൂരിന് ഗുണം ചെയ്യുക. അത് സ്വരാജിനെ പോലുള്ള ഒരു ഉയർന്ന സ്വാധീനമുള്ള നേതാവാകുമ്പോൾ ഈ 9 വർഷം ഒരു സ്വതന്ത്ര MLA വെച്ച് ഇടതുപക്ഷത്തിന് ചെയ്യാൻ കഴിഞ്ഞതിന്റെ എത്രയോ 10 മടങ്ങ് അതാണ്. അത് വളരെ ശരിയായതും അടിവരയിടേണ്ടതുമാണ്. ഞാൻ തിരിച്ചെത്താം. VP മുസ്തഫ, ഈ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വളരെ സാത്വികമായി, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലൊക്കെ വളരെ പ്രത്യേകതയോടുകൂടി ഒരു മൂല്യവത്തായ രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് നിജേഷ് അരവിന്ദ്. അതുകൊണ്ട് നിജേഷ് അരവിന്ദിന് ഇതിലെ താരതമ്യം മനസ്സിലാവും. ഒരു പക്ഷേ ശരിയാണ്, M സ്വരാജിന് അങ്ങനെ ഒരു വ്യക്തിപരമായ മേൽക്കൈ ഇല്ലേ രാഷ്ട്രീയത്തോടൊപ്പം? നിജേഷ് അരവിന്ദ്, ഇപ്പോൾ VP മുസ്തഫ പറഞ്ഞല്ലോ, കാരണം ഏത് വിഷയങ്ങളിലും ഇടപെടുന്ന, ഏത് വിഷയങ്ങളിലും നിലപാടുകളുടെ തീപ്പന്തം ഉയർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, ഒരു ഹൃദയപക്ഷക്കാരൻ എന്ന നിലയിൽ. ജിംഷാദ്, ആദ്യം എനിക്ക് തന്ന കോംപ്ലിമെന്റിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്കൾക്ക് അത് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് ഞാൻ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് നിലമ്പൂരുണ്ടായിരുന്നു. പ്രകാശ് ഓക്കെ, അല്ല ഞാൻ നന്ദിയാണ് പറഞ്ഞത്, ഞാൻ ആക്ഷേപിച്ചിട്ടില്ല, നന്ദിയാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് നിലമ്പൂരുണ്ടായിരുന്നു. പ്രകാശേട്ടൻ മത്സരിക്കുന്ന സമയത്ത് അന്നൊരു ചന്തക്കുന്നിൽ വെച്ച് ഇടതുപക്ഷ മുന്നണിയുടെ വലിയ പൊതുയോഗം നടക്കുക. അത് CPMന്റെ വലിയ നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ട്.
അന്ന് അദ്ദേഹം പറഞ്ഞൊരു പ്രഖ്യാപനം, അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇടയ്ക്ക് ഇവിടെ ഇല്ല എന്നൊരു പരാതിയുണ്ട്, പക്ഷേ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഞാൻ ആഫ്രിക്കയിലാണ് ഉള്ളത്. ഞാൻ അവിടെ ജോലി ചെയ്ത് നിലമ്പൂരിലെ 25,000 ആൾക്കെങ്കിലും ഞാൻ അവിടെ തൊഴിൽ കൊടുക്കും. ആ തൊഴിൽ കൊടുത്താൽ മാത്രം മതി നിലമ്പൂരിനെ മാറ്റിമറയ്ക്കാൻ എന്നായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇടതുഭാഗത്തും വലതുഭാഗത്തും ഒക്കെ CPM-ൻ്റെ നേതാക്കന്മാരായിരുന്നു. ഞാൻ ഈ 4 വർഷം കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ആ 25,000 ആളുടെ തൊഴിൽ ഇടതു ജനാധിപത്യ മുന്നണിക്ക് അന്ന് MLA-യോടൊപ്പം ഉണ്ടായിരുന്ന, സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്ന ഇടതു ജനാധിപത്യ മുന്നണിക്ക് കൊടുക്കാൻ സാധിച്ചോ? നമ്മൾ ആഫ്രിക്കയിലെ MLA ഇവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാ കാര്യവും ഞങ്ങൾ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 9 വർഷം കഴിഞ്ഞ് ആ MLA-യെ വിലയിരുത്തുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന മാർക്ക് എത്രയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-ക്ക് നിങ്ങൾ കൊടുക്കുന്ന മാർക്ക് എത്രയാണ്? അത് താങ്കളുടെ ഒരു രാഷ്ട്രീയ കൗശല്യത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ ഒരു മിനിറ്റ് ശ്രീ നിജേഷ്, ഒരു മിനിറ്റ്. കാരണം താങ്കൾ ഒരു രാഷ്ട്രീയ കൗശലത്തിൽ ചോദിക്കുന്നതാണ്, അതിന്റെ കുട്ടൻസ് എന്താണെന്ന് എല്ലാവർക്കും പിടികിട്ടി. പക്ഷെ 2000 കോടിയുടെ വികസനം ആ മണ്ഡലത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിനാണ് രാഷ്ട്രീയമായി അർഹതപ്പെട്ടത്, വ്യക്തിപരമല്ലല്ലോ വിഷയം. ഞാൻ അതിലേക്ക് വരുന്നത്, അജിം ഷാദെ, രണ്ടാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായി നിലമ്പൂരാണുള്ളത്, ഇടതുമുന്നണിയുടെ പ്രതിനിധി ഉണ്ടാവും. ഞാൻ നിലമ്പൂർ നഗരസഭയിൽ പോയി ചോദിച്ചു, ഈ 2000 കോടി അവിടെ കിട്ടി? നിലമ്പൂരുകാർ പറഞ്ഞു, ഞങ്ങൾ ആവശ്യപ്പെട്ട 3 കാര്യം ഉണ്ടായിരുന്നു MLA-യോട്. ഒന്ന്, നിലമ്പൂരെ ബൈപ്പാസാണ്, അതിന് പണം അനുവദിക്കുമെന്ന ബോർഡ് വെച്ചതല്ലാതെ ഇതുവരെ ഫണ്ട് വന്നിട്ടില്ല, റോഡ് വന്നിട്ടില്ല. രണ്ടാമത്തത് ഗവൺമെൻറ് കോളേജാണ്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കോളേജ് കൊടുത്ത സമയത്ത് സ്വന്തമായി കെട്ടിടം ഇന്നുവരെ നിർമ്മിക്കാത്ത മണ്ഡലമാണ്. മൂന്നാമത് KSRTC-യുടെ ബസ് സ്റ്റാൻഡായിരുന്നു വരും എന്ന് വിചാരിച്ചത്, അതും വന്നിട്ടില്ല. ചുങ്കത്തറയിൽ പോയി ചോദിച്ചു, അവരും കണ്ടിട്ടില്ല 2000 കോടി. വഴിക്കടവ് പോയി ചോദിച്ചു, ആ വഴിക്കടവുകാർ പറഞ്ഞത് ഞങ്ങൾക്ക് വേലി കെട്ടാൻ പൈസ തരും എന്നായിരുന്നു പറഞ്ഞത്, മതിൽ കെട്ടിത്തരും എന്നായിരുന്നു പറഞ്ഞത്, അതും കിട്ടിയിട്ടില്ല. കരുളായി പോയി ചോദിച്ചു, കരുളായിക്കാരും പറഞ്ഞു ഞങ്ങൾ ഏറ്റവും ആവശ്യപ്പെട്ടത് സൗരവേലിയായിരുന്നു, അല്ലെങ്കിൽ മതിലായിരുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തുടങ്ങി വെച്ച 3 കിലോമീറ്റർ മതിൽ കുറച്ചുകൂടി നീട്ടി. പക്ഷേ ഈ PV അൻവറിന് അമരമ്പലം പഞ്ചായത്ത് പോയി പോകുമ്പോൾ അവിടെ റോഡാണ്. ഇതിന് സമാനമായ രീതിയിൽ UDF ഭരിക്കുന്ന ഘട്ടത്തിൽ ഒരു സഹായം അവർക്ക് ചെയ്തില്ലല്ലോ. ഈ 2000 കോടി രൂപയുടെ കണക്ക് അല്ല, ഞാൻ അജിം ഷാദെ, ഈ 2000 കോടി രൂപ ഈ മണ്ഡലത്തിൽ മൂത്തേടത്തോ അമരമ്പലത്തോ കരുളായിയിലോ വഴിക്കടവിലോ എടക്കരയിലോ നിലമ്പൂരോ എവിടെയാണ് ഉള്ളത് എന്ന് താങ്കളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി VPP മുസ്തഫ പറയും. പക്ഷേ ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയമാണ്. കാരണം PV അൻവറിന് മുമ്പ് അവിടെ MLA ആയി പ്രതിനിധീകരിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് നിങ്ങൾ ഇത്തരത്തിലൊരു ബിൽഡിംഗ് പോലും കെട്ടിക്കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്ന് താങ്കൾ ഇൻഡയറക്റ്റായി സമ്മതിക്കുകയാണ്. അങ്ങനെ ഒരു വശമുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, താങ്കൾ ഇപ്പോൾ VV പ്രകാശിന്റെ കാര്യം പറഞ്ഞല്ലോ. നിലമ്പൂർ ബൈപ്പാസ് അല്ല, നിലമ്പൂർ ബൈപ്പാസ് സ്വരാജ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് LDF വരുന്നതോടുകൂടി അത് നടപ്പാകുമെന്ന് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് VV പ്രകാശിന്റെ കാര്യം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. VV പ്രകാശിന്റെ കാര്യം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ അജിം ഷാദ് നിലമ്പൂർ പോയോന്ന് എനിക്കറിയില്ല. അജിംഷാദ് പോയെന്ന് എനിക്കറിയില്ല. നിലമ്പൂര് ചന്തക്കുന്നത് വലത്തോട്ടുള്ള റോഡാണ് കരുളായിക്കുള്ള റോഡ്. നമ്മളെ പൂക്കോട്ടുംപാടത്തേക്കും അമരമ്പലത്തേക്കും ഒക്കെ പോകുന്ന റോഡ്. ആ റോഡ് പോയി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ പോയാൽ വലതുഭാഗത്ത് വലിയ 16 ഫ്ലക്സ് കാണാം. നിലമ്പൂർ ബൈപ്പാസിന് 198 കോടി രൂപ അനുവദിച്ച MLA-ക്കും പിണറായി വിജയനും അഭിവാദ്യങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, ആ 198 കോടി അവിടെ വന്നിട്ടുണ്ടോ? അത് മാത്രം എനിക്ക് മറുപടി കിട്ടിയാൽ അതായത് 2000 കോടിയുടെ വികസനം അവരവിടെ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ കണക്കും ബോധ്യങ്ങളും അവർക്കുണ്ടാകും. അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്താനാകും. താങ്കൾ ചോദിച്ച സംശയം അടക്കം അത് രാഷ്ട്രീയമാണ്. അതിൻ്റെ ഉത്തരം പറയേണ്ടത് CPIM പ്രതിനിധിയാണ്, LDF പ്രതിനിധിയാണ്, VPP മുസ്തഫയാണ്. ഞാൻ ചോദിക്കുന്നത് വരട്ടെ താങ്കൾ ഈ VV പ്രകാശിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ബാലുശ്ശേരിക്കാരൻ. പറഞ്ഞോളൂ. ഒരു മിനിറ്റ്, ഞാൻ ബാലുശ്ശേരിക്കാരനാണ്. എൻ്റെ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ MLA ആയിരുന്നു ശ്രീ പുരുഷൻ കടലുണ്ടി, ഇപ്പോൾ സച്ചിൻ ദേവ്. എൻ്റെ മണ്ഡലത്തിൽ ഗവൺമെൻറ് കോളേജ് അനുവദിച്ച അതേ സമയത്താണ്
അവിടെയും ഗവൺമെൻറ് കോളേജ് ഉണ്ടായത്. ആദ്യത്തെ 5 വർഷം എല്ലാ ഗവൺമെൻറ് കോളേജുകളും താൽക്കാലിക കെട്ടിടത്തിലായിരുന്നു. ഞങ്ങളൊരു സ്കൂളിലായിരുന്നു സൗകര്യം കൊടുത്തത്. പിന്നീട് എന്ത് ചെയ്തു? ബാലുശ്ശേരി വന്നു, നാദാപുരത്ത് വന്നു, കൊടുവള്ളിയിൽ വന്നു, കുന്നമംഗലത്ത് കോഴിക്കോട് ജില്ലയിൽ വന്നു. ഇതേപോലെ വരേണ്ട ഇടമായിരുന്നു നിലമ്പൂരും. അതെ, അതിന് ഈ രണ്ട് ടേം അല്ലല്ലോ. അതിനു മുമ്പ് തുടർച്ചയായി അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആര്യാടൻ മുഹമ്മദ് ഉണ്ടല്ലോ, അദ്ദേഹം കോൺഗ്രസ്സുകാരനും UDF ഒക്കെ ആയിരുന്നല്ലോ, മന്ത്രി അടക്കം. ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയ വികസനത്തിന്റെ പരാജയം കൂടിയാണ് താങ്കൾ തുറന്നു പറയുന്നത്. അജിംഷാദേ, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അടുത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിലമ്പൂർ പോകുന്ന ആളാണ്. അജിംഷാദ് എത്ര പോയി എന്ന് എനിക്കറിയില്ല. നിലമ്പൂരിലെ ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുത്തതും അതിനാവശ്യമായ 100 കോടി വെച്ചതും എല്ലാം ആര്യാടൻ മുഹമ്മദാണ്. ഗവൺമെന്റ് കോളേജ് സ്ഥാപിച്ചത് ആര്യാടൻ മുഹമ്മദിന്റെ അവസാന കാലഘട്ടത്തിലാണ്. അന്ന് താൽക്കാലിക കെട്ടിടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്, കോഴ്സ് ഉണ്ട്. അത് എന്തുകൊണ്ട് ഒരു കെട്ടിടത്തിലേക്ക് മാറ്റിയില്ല? കേരളത്തിലെ മറ്റു കൊടുത്ത എല്ലായിടത്തും MLA-മാരോ മുന്നണിയോ ഭരണകക്ഷിയോ നേതൃത്വം കൊടുത്തു. താങ്കളുടെ വാദം ഞാൻ കേട്ടു. അതിന് മറുപടി പറയേണ്ടത് VP മുസഫയാണ്. ഞാൻ ചോദിക്കുന്നത് ശ്രീ കോടികൾ വാങ്ങിയിട്ട് സാധിച്ചില്ല. അല്ല, ആ വ്യക്തിയെ ഹൈജാക്ക് ചെയ്തതും വഴിയിൽ കൊണ്ട് ഉപേക്ഷിച്ചതും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയതിനും ഒക്കെ ഉള്ള UDF-ന്റെ രാഷ്ട്രീയം നമുക്ക് അറിയാവുന്നതാണല്ലോ, പകൽ പോലെ വ്യക്തമാണല്ലോ. ഞാൻ VV പ്രകാശിൻ്റെ കാര്യം, VV പ്രകാശ് എന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥി വളരെ സാത്വികനായ വ്യക്തി, അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ VD സതീശൻ പറഞ്ഞൊരു വാക്കുകൾ താങ്കൾക്കൊന്ന് കേൾക്കാം. അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലാണ് പോണത്. VV പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോണത്? അത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതാണ് VV പ്രകാശിനെ മുൻനിർത്തി പറഞ്ഞതിലെ ആ ധാർഷ്ട്യം സതീശൻ്റെ. ഇനി M സ്വരാജ് VV പ്രകാശിനെ കുറിച്ച് പറഞ്ഞതൊന്ന് കേൾക്കൂ. നിതേഷ് പ്ലീസ്. വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കണക്കാക്കും. സത്യത്തിൽ ആശയപരമായി വിയോജിക്കുമ്പോഴും അങ്ങനെ ഒരു തലം നിലനിൽക്കുന്നത് നല്ലതാണ്. ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ. ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നം, നിലപാടുകളെയും അഭിപ്രായങ്ങളെയും രാഷ്ട്രീയത്തെയും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന് പകരം വ്യക്തിപരമായി ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുക എന്നൊരു തെറ്റായ ശൈലി വളരെ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത്. തീർച്ചയായും നിജേഷ് അരവിന്ദിനെ പോലെ ഒരാൾ ഈ രണ്ട് ഭാവത്തെയും ഏത് ആശയ പരിസരത്തോടൊപ്പമാണ് താങ്കൾ നിൽക്കുന്നത്? നോക്കൂ, VV പ്രകാശ് എന്ന് പറയുന്ന, അതായത് ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യമുണ്ട് നിജേഷ് അരവിന്ദ്. അതായത് VV പ്രകാശിൻ്റെ വീട്ടിൽ പോകുന്നതിന് ഇത്ര ധാർഷ്ട്യത്തോടു കൂടി സമീപിച്ച സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചു. അവർ പഴയ നിലപാടൊക്കെ ഉപേക്ഷിച്ചു, അവർ വലിയ രീതിയിൽ വന്നു എന്ന് ന്യായീകരിച്ച VD സതീശനാണ് ഇത്ര വലിയ രീതിയിൽ VV പ്രകാശിൻ്റെ വീട്ടിൽ പോകുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ധാർഷ്ട്യത്തോടെ സംസാരിച്ചത്. ഏത് ആശയ പരിസരത്താണ്? നോക്കൂ സ്വരാജ് അവിടെ കാട്ടിയ രാഷ്ട്രീയ പക്വത. ജിംഷാദേ, ആ പത്രസമ്മേളനം മുഴുവൻ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അത് കാണിക്കാൻ പറ്റില്ലല്ലോ, കാരണം ആ സമയം പത്രസമ്മേളനം ഞാൻ മുഴുവൻ കണ്ടതാ. മുഴുവൻ ഞാനും കണ്ടതാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് VV പ്രകാശ്. അവിടെ അതിന്റെ മുമ്പുണ്ട്. ഞങ്ങളിങ്ങനെ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം പോകുന്ന ഇടമല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രകാശ് വീട്ടിലേക്ക് അങ്ങനെ ഇലക്ഷൻ കാലത്ത് പോകുന്ന ആളുകളല്ല. ദയവ് ചെയ്ത് അത് ഞങ്ങൾക്കറിയാം. അജിംഷാദെ, എനിക്കറിയുന്നത് പോലെ പ്രകാശ് ചേട്ടന്റെ കുടുംബവുമായിട്ട് അജിംഷാദിന് ബന്ധമില്ലല്ലോ. എന്റെ വളരെ ഞാനത് വളരെ വൈകാരികമായിട്ടാണ് പറയുന്നത്. ദയവ് ചെയ്ത് അവരെ കുടുംബത്തിന് വലിച്ചഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് വൈകാരികമായ ഒരു കാര്യമുണ്ട്. ഞാൻ VD സതീശന്റെ പത്രസമ്മേളനം മുഴുവൻ കണ്ടതാണ്.
കണ്ടതാണ്. നിങ്ങൾ ഇനി കട്ട് ചെയ്ത് മുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ആ പരിപ്പ് വേവില്ല. ശരി, ഇത് സതീശൻ പറഞ്ഞത് തന്നെയല്ലോ, ഇത് സതീശൻ പറഞ്ഞത് തന്നെയല്ലോ. അതിന് മുമ്പുണ്ട് ശേഷമുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇത് സതീശൻ പറഞ്ഞതാണ്. ഇത് സതീശൻ പറഞ്ഞത് ആരെ കുറിച്ചാണ്? നിജേഷ് വി പ്രകാശിനെ കുറിച്ചാണ്. അതാണല്ലോ ഞങ്ങൾ മറ്റൊരു മാർഗവും സ്വീകരിച്ചത്. ഒരു സംഭാഷണത്തിന്റെ നടുവിൽ വെച്ച് മുറിച്ച് ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ എത്ര ശരിയാണ് നിങ്ങൾ അത് ശാസ്ത്രീയമായ ഒരു വാദമല്ല. താങ്കൾ പറയുന്ന വാദം അത് ശാസ്ത്രീയമായി സ്വീകരിക്കാനാവുന്ന. താങ്കളുടെ വാദം പ്രകാശേട്ടന്റെ വീട്ടിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി പോകുന്ന ആളുകളല്ല ഞങ്ങൾ. പ്രകാശേട്ടന്റെ വീട്ടിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി പോകുന്ന ആളുകളല്ല ഞങ്ങൾ. പ്രകാശേട്ടന്റെ വീട് ഞങ്ങളുടെ വീടാ. പ്രകാശേട്ടന്റെ മക്കൾ ഞങ്ങളെ മക്കളാ. പ്രകാശേട്ടന്റെ ഭാര്യ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാ. പ്രകാശേട്ടന്റെ അനിയൻ ഞങ്ങളുടെ ഭാഗമാ. നിങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വലിച്ചഴയ്ക്കാനുള്ള സ്വത്തുമല്ല വി പ്രകാശേട്ടൻ. നിങ്ങൾക്ക് വലിച്ചഴയ്ക്കാനുള്ള, നിങ്ങൾക്ക് വിവാദമുണ്ടാക്കേണ്ട, നിങ്ങൾ മാർക്കറ്റ് ചെയ്യേണ്ട സ്വത്തല്ല. അത് കോൺഗ്രസിന്റെ സ്വത്താ. ഞാൻ അവിടെ പോയതാ. അന്ന് എടക്കര ബസ് സ്റ്റാൻഡിലെ അന്ത്യ വിശ്രമ നാളിൽ എനിക്കറിയാം പുലർച്ചെ 4:30 എനിക്ക് വന്ന കോൾ. അതിന്റെ മാനസിക പ്രയാസം ഇപ്പോഴും നിജേഷിന് കാണും. പക്ഷേ വി പ്രകാശ് സ്ഥാനാർത്ഥിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ കൈതട്ടി മാറ്റി മുമ്പോട്ട് പോയ ആര്യാടൻ ഷൗക്കത്തിന് അവിടെ പോകാനാകില്ല. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആ കുടുംബത്തിനെ ആര്യാടൻ ഷൗക്കത്തിന് ഫേസ് ചെയ്യാനാകില്ല. ഇതാണ് ഇവരൊക്കെ പറയുന്നത്. ഇതാണ് നിജേഷ് ഇവരൊക്കെ പറയുന്നത്. അതിനെ എത്ര വൈകാരികമായി പ്രതിരോധിച്ചാലും ആവില്ല. വളരെ മാന്യമായി പറയുന്നു എന്റെ അജിംഷാദെ, എന്റെ അടുത്ത സുഹൃത്ത് നിലയ്ക്ക് പറയുന്നു ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. ശരി, ഓക്കെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ, ആ കുടുംബം തീരുമാനിക്കട്ടെ. നിജേഷിനെ പോലുള്ള കോൺഗ്രസ്സുകാർക്ക്, നല്ലവരായവർക്ക് ആ കുടുംബത്തോട് അങ്ങനെ വൈകാരികത കാണും, അടുപ്പം കാണും. അത് ശരിയാണ്. പക്ഷേ പൊതുവിലില്ല. ആ സ്ഥാനാർത്ഥിക്ക്, UDF സ്ഥാനാർത്ഥിക്ക് അടക്കമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനല്ലാതെ പ്രകാശേട്ടനെ എനിക്കും അറിയാവുന്ന ആളാണ്, എൻ്റെയും സുഹൃത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ആലോചനപ്പെടുത്തിയല്ല പറഞ്ഞത്. ഞാൻ വി പി മുസ്തഫ ഞാൻ തിരിച്ചെത്താം. നിജേഷ്, വി മുസ്തഫ, വികസനത്തിൻ്റെ കാര്യത്തിൽ 2000 കോടിയുടെ വികസനം എന്ന് നിങ്ങൾ പറയുന്നതിലെ സത്യാവസ്ഥ, അതിൻ്റെ വശം, അത് അവിടെ നിലമ്പൂരിൽ തൊട്ടറിയാനോ കാണാനോ ആകുന്നില്ല. ആര്യാടൻ മുഹമ്മദ് ചെയ്തതിനപ്പുറത്തേക്ക് വികസനം ഒരു കാലത്തും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് നിജേഷ് അരവിന്ദും കോൺഗ്രസും വാദിക്കുന്നത്. താങ്കൾക്ക് മറുപടി പറയാം. കാണേണ്ടത് 35 വർഷം ആര്യാടൻ മുഹമ്മദ് തനിച്ച് പ്രതിനിധീകരിച്ച മണ്ഡലമാണ് നിലമ്പൂർ. എന്തേ 2016 2011 തന്നെ നിങ്ങൾ കാണണം. 2011 തന്നെ നന്നേ വിയർത്തിട്ടാണ് അന്ന് ശ്രീ ആര്യാടൻ ജയിച്ചു കയറിയത്. 2011-16 ആര്യാടൻ മന്ത്രി കൂടിയായിരുന്ന UDF മന്ത്രിസഭ ഉണ്ടായിരുന്ന കാലമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ 35 വർഷത്തെ ദീർഘമായ ആര്യാടന്റെ പാരമ്പര്യം മകനിലേക്ക് കൈമാറിക്കൊണ്ട് 2016 തെരഞ്ഞെടുപ്പിൽ നിന്നത്. എന്തേ 35 വർഷത്തെ വികസന നേട്ടം 2016 ആര്യാടൻ ഷൗക്കത്തിന് അനുഗുണമായിട്ട് വന്നില്ല? ഇതേ ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് വന്നു നിന്നത്. ഇതിനേക്കാൾ ശക്തനായ ആര്യാടൻ ഷൗക്കത്ത്, അന്നത്തെ അത്ര പ്രഭാവം അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദിന്റെ ആ കരിഷ്മയാകെ മുറ്റിനിന്ന കാലത്ത് എന്തുകൊണ്ട് അന്ന് ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദിന്റെ വികസനവും അംഗീകരിക്കപ്പെട്ടില്ല? ആളുകളുടെ മുന്നിൽ വിഷയമുണ്ടെന്നേ. ആ പ്രശ്നമാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് പരിഹരിക്കുന്നത്. 5 വർഷം ആദ്യത്തെ ടേമിൽ അങ്ങനെ ഇടതുപക്ഷ ഗവൺമെന്റ് ആ മണ്ഡലത്തിൽ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ടാണല്ലോ 2021 LDF-ന് ഈ നിലമ്പൂര് പോലെ അവർ അവകാശപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ തുടർ വിജയം നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അവിടെ നിങ്ങൾ നോക്കൂ, ഏറ്റവും പ്രധാനം ഏത് നാട്ടിൽ പോയാലും കുടിവെള്ളമാണ്. 699 കോടി രൂപയാണ് ജലജീവൻ മിഷനിലൂടെ അവിടെ കുടിവെള്ള പദ്ധതികൾക്ക് മാത്രമായിട്ട് നീക്കിവെച്ചത്. 10 പ്രധാനപ്പെട്ട പാലങ്ങൾ 81 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇപ്പൊ ഇവരെല്ലാം കടന്നു വന്നല്ലോ അവിടത്തേക്ക്. ഷാഫിയും മാങ്കൂട്ടത്തിലും എല്ലാം വലിയ നാടകം സൃഷ്ടിച്ച ആ ഹൈവേ ഉൾപ്പെടെ, അത് ഏതാ അജിംഷാദെ റോഡ്? മലയോര ഹൈവേയാ. ആ മലയോര ഹൈവേക്ക് വേണ്ടി ഈ മണ്ഡലത്തിൽ മാത്രം ചെലവഴിച്ചത് 165 കോടി രൂപയാണ്. ലൈഫ് മിഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിരിച്ചുവിടും എന്നാണ് UDF കൺവീനർ MM ഹസൻ അന്ന് പറഞ്ഞത്. അവിടെ 4496 കുടുംബങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ ലൈഫ് മിഷനിലൂടെ വീട് കൊടുത്തു. 7,55,00,000 രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. പ്രളയ ദുരന്തം
2018 154 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. നിലമ്പൂർ കനാലി ബയോ പാർക്ക് ടൂറിസം ഹബ്ബ് അത് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെയൊക്കെ നിലമ്പൂരിലെ മിനി സിവിൽ സ്റ്റേഷൻ ഏതാണ്ട് 18 കോടി രൂപ ആ നഗരത്തിന്റെ ആകർഷകത്വമായിട്ട് അത് മാറുകയാണ്. പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകൾ 35 വർഷം ആര്യാടം പ്രതിനിധീകരിച്ചതുപോലത്തെ സ്കൂളുകളല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. കെട്ടിടങ്ങൾ മാറി, ഇൻഫ്രാസ്ട്രക്ചർ മാറി, ഫർണിച്ചർ മാറി, എല്ലാം നല്ല നിലയിൽ വന്നു. 41 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. ആദിവാസി മേഖല, അവിടെ വൈദ്യുതി എത്താത്ത നഗരങ്ങൾ ഉണ്ടായിരുന്നു. ആ ആദിവാസി നഗരങ്ങളിൽ വൈദ്യുതി എത്തിക്കാൻ 5 കോടി രൂപയാണ് ചെലവഴിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷം വലിയ വിഷയമാക്കാൻ നോക്കുന്നുണ്ടല്ലോ, 15 കോടി രൂപയാണ് അതിനെ ലഘൂകരിക്കാൻ വേണ്ടി ചെലവഴിച്ചത്. ഇങ്ങനെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കോൺഗ്രസിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തത്? അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതേ ഇല്ലല്ലോ. നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസനമോ കേരളത്തിന്റെ വികസനമോ രാഷ്ട്രീയമോ അവർ ചർച്ച ചെയ്തില്ലല്ലോ. എന്നിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇപ്പോ ശ്രീ വി പ്രകാശിന്റെ കാര്യം ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, തുടങ്ങിയത് നിജേഷ് തന്നെയാണ്. എന്താ വി പ്രകാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ വേവലാതി ഇല്ലാന്നുണ്ടോ? ഇന്ന് എം സ്വരാജിനെതിരായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇതുപയോഗിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇറക്കിയില്ലേ? VS അച്യുതാനന്ദനെ സന്ദർശിച്ച് എം സ്വരാജ് അനുഗ്രഹം വാങ്ങിച്ചില്ല എന്ന് VS അച്യുതാനന്ദന്റെ മകൻ, എന്നിട്ട് VSന്റെയും മകന്റെയും ഫോട്ടോ കൊടുത്തിട്ട് ഒരു വ്യാജ പോസ്റ്റ് ഇന്നുണ്ടാക്കിയില്ലേ? എന്തിനാ ഉണ്ടാക്കിയത്? വി പ്രകാശിന്റെ വീട്ടിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നു വന്നപ്പോൾ അതിനെ മറികടക്കാൻ UDF കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യാജ പോസ്റ്റ് ആയിരുന്നില്ലേ അത്? VSന്റെ ആരോഗ്യസ്ഥിതിയും അദ്ദേഹം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഏത് നിലയിലാണ് ഉള്ളത് എന്നുള്ളതും VSനെയും നാടിനെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ VSന്റെ വീട്ടിൽ അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ അനുവദിക്കുന്നില്ല, ആരെയും അനുവദിക്കുന്നില്ല. ആ ഒരു നിലയിലാണ് VS ഉള്ളത്. അപ്പോ വി പ്രകാശിന്റെ വീട്ടിൽ എന്തുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിന് പോകാൻ കഴിയാത്തത്? സ്വാഭാവികമായിട്ടും അതൊരു ഇവിടെ നിജേഷ് സൂചിപ്പിച്ചതുപോലെ വൈകാരികതയല്ലേ. ആ വൈകാരിക ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റുമായിരുന്ന വി പ്രകാശിന്റെ വീട്ടിൽ പോയി അവരുടെ ഒരു അനുഗ്രഹവും അവരുടെ ഒരു ആശംസയും വാങ്ങിക്കുക എന്നുള്ളത് ഏത് UDF സ്ഥാനാർത്ഥിയായാലും ചെയ്യില്ലേ? എന്താ അവിടെ ആര്യാടൻ ഷൗക്കത്ത് പോകാതിരുന്നത്? താങ്കൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് മാത്രം പോകേണ്ടതല്ല, പക്ഷെ തെരഞ്ഞെടുപ്പിന് സവിശേഷ സന്ദർഭമല്ലേ? വി പ്രകാശിന്റെ തുടർച്ചയിലല്ലേ ആര്യാടൻ അവിടെ ഇപ്പോ ഈ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്? അപ്പോഴാണ് അജിംഷാദ് സൂചിപ്പിച്ച മറ്റേ പ്രശ്നം. വി പ്രകാശ് സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ ഈ ഷൗക്കത്തിന് കൈ കൊടുക്കാൻ നീട്ടിയപ്പോൾ എന്താണെന്ന് ഷൗക്കത്ത് കാണിച്ചത്? ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയല്ലേ. ഇതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം. അത് വെച്ചുകൊണ്ടാണ് നമുക്ക് ശക്തമായിട്ട് പറയാൻ വേണ്ടി കഴിയുന്നത്. ശരി, തീർച്ചയായും. ഞാൻ ശ്രീ എ സജീവൻ, ഇവർ അവരവരുടേതായ രാഷ്ട്രീയ നിലപാടുകൾ, അതിൻ്റെ വസ്തുതകളൊക്കെ വിലയിരുത്തി വളരെ നിഷ്പക്ഷമായി അവിടുത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശരിയാണ്, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി വലിയ മേൽക്കൈ അവിടെയുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനോ അവരുടെ കുടുംബത്തിനോ അവരുടെ രാഷ്ട്രീയമായ തുടർച്ചയ്ക്കോ ഒക്കെ ആകാത്ത വിധമുള്ള ഒരു തരംഗം LDF അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു എം സ്വരാജിലൂടെ എന്നതും വളരെ വസ്തുതാപരമായി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തി താങ്കൾ തന്നെ സൂചിപ്പിച്ചതാണ്. ഇനി ഈ രാഷ്ട്രീയ അങ്കലാപ്പുകളാണോ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്രവാദികളുമായുള്ള അടുപ്പത്തിലേക്ക് UDFനെ നയിച്ചത്? അത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏത് തരത്തിലായിരിക്കും അവിടുത്തെ ഡെമോഗ്രഫി പരിശോധിക്കുമ്പോൾ താങ്കൾക്ക് ആർക്കനുകൂലമായിട്ടായിരിക്കും അത് ഭവിക്കുക? അതിനെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇതിനു മുമ്പും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ UDFന് വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴൊക്കെ അവര് എടുത്തൊരു നിലപാട്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു അല്ലാതെ അവർ വെള്ളപൂശാൻ ഒരിക്കൽ പോലും UDFന്റെ ഒരു നേതാവും ശ്രമിച്ചിരുന്നില്ല. ഇത്തവണ ഉണ്ടായ ഒരു അബദ്ധം എന്ന് പറയുന്നത് മറ്റു നേതാക്കന്മാരാരും അങ്ങനെ ചെയ്തു വന്നില്ല. BD സതീശിന്റെ കാര്യത്തിൽ, അപ്പൊ പ്രകാശിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് BD സതീശൻ ജമാഅത്തെ ഇസ്ലാമി അവർ മതരാഷ്ട്രീയം ഒഴിവാക്കി, അവർ പഴയ നിലപാട്, രാഷ്ട്രീയ നിലപാടല്ല അവർക്കുള്ളത്, അവർ മതരാഷ്ട്രീയമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന ഒരു പ്രസ്താവന നടത്തുന്നു. അതാണ് ഉണ്ടായ പ്രശ്നം. സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വാഭാവികമായിട്ടും ഒരു കിട്ടാതെ ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ വേണമെന്നില്ല.
അത് വോട്ട് ചെയ്യുന്ന ആളുകളാണ് തീരുമാനിക്കുക. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യണമെന്നില്ല, വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ വോട്ട് മുഴുവൻ കൊടുക്കുന്നു പറഞ്ഞാലും അത് അവർ ചെയ്തോട്ടെ എന്ന് വെച്ചാൽ അത് അവരുടെ താല്പര്യമാണ്. അവർ ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങളൊന്നും പറയുന്നില്ല, അവരുടെ നിലപാടാണ് എന്ന് പറഞ്ഞു നിർത്തിയാൽ മതി. അത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകളൊക്കെ വളരെ കരുതലോട് കൂടിയിട്ട് അത്തരം കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം, ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളം പൂശിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലീഗിനകത്ത് തന്നെ പ്രതികരണം ഉണ്ടാകുന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയാം. ലീഗിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന EK വിഭാഗം സുന്നികൾ അവര് അതിനെ അംഗീകരിക്കില്ല എന്നറിയാം. കാരണം EK വിഭാഗം സുന്നികളുടെ മൊത്തമായിട്ട് സുന്നി വിഭാഗത്തിന്റെ വളരെ ശക്തമായ അവർ എതിർക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രീയത്തെ ഒരിക്കൽ പോലും അംഗീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയൊക്കെ വളരെ വളരെ കരുതലോട് കൂടിയിട്ടാണ് പ്രതികരിച്ചത്. പക്ഷെ VD സതീശൻ ഇവിടെ പ്രതികരിച്ചപ്പോ ഇത് അവരുടെ നിലപാട് മാറ്റി എന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന 1941 മൗദൂദി രൂപീകരിക്കുന്നതിന് മതവും രാഷ്ട്രീയവും വ്യത്യസ്തമല്ല എന്ന അടിത്തറയിലാണ്. അതായത് മതത്തിന്റെ അതേ അടിസ്ഥാനത്തിലായിരിക്കണം രാഷ്ട്രീയം. ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇസ്ലാമിക ഭരണം എന്ന് പറയുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന ഒരു അടിത്തറയിലാണ് ആ പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവര് മാറ്റി എന്ന് പറയുന്നത് VD സതീശനാണ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള നിലപാടില്ല എന്ന് അതേ ദിവസം അടുത്ത ദിവസം തന്നെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അപ്പൊ ഇത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അവരുടെ വോട്ട് സ്വാഭാവികമായിട്ടും വന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് വിവാദമാക്കി തീർക്കുകയും അതിനെതിരെയുള്ള ഇപ്പം നമുക്കറിയാം AP വിഭാഗം സുന്നികൾ അവരുടെ റിസാലയിൽ വളരെ അതിശക്തമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടണമെന്ന് വരെ അവർ പറഞ്ഞു. അത് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ, പരമ്പരാഗത മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ സ്വാധീനമുള്ള, ഇപ്പൊ സമസ്ത EK വിഭാഗം പോലെ തന്നെ സ്വാധീനമുള്ളവരാണ് സമസ്ത AP വിഭാഗവും. തീർച്ചയായിട്ടും അവർ വളരെ വിഷമമായ രീതിയിൽ പറഞ്ഞു. ഞങ്ങളാരും കേട്ടിട്ടില്ല അവര് നിലപാട് മാറ്റിയതായിട്ട്. AP വിഭാഗത്തിന്റെ ഒരു ഉസ്താദിനെ വളരെ കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ കേട്ടു. അതേപോലെയാണ് ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സമയത്ത് കാര്യമായി പ്രതികരിക്കാത്തവരാണ് KNM നദ്വത്തുൽ മുജാഹിദ്. അതിന്റെ ജനറൽ സെക്രട്ടറി അബ്ദുള്ള കോയ മദനി പറഞ്ഞല്ലോ, അവര് മതരാഷ്ട്രീയം മാറ്റിയിട്ടില്ല, അവരുടെ അടിസ്ഥാന തത്വം തന്നെ മതരാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. അതെ, മതരാഷ്ട്രീയം ഇല്ലാതെ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. കാരണം മൗദൂദി എന്ന അബുലാല മൗദൂദി എന്ന അവരുടെ ആചാര്യൻ പറയുന്നത് തന്നെ അങ്ങനെയാണ്. കാരണം ഈ നമസ്കാരത്തെ പോലും അവർ അതിൻ്റെ ആത്മീയതയൊക്കെ ചോർത്തിക്കളഞ്ഞ് തോളോട് ഒരുമിച്ച് നിന്ന് നമസ്കരിക്കുന്നത് പോലും ഒരു രാഷ്ട്ര നിർമ്മിതിയുടെ പാതയിലേക്ക് പോകാനുള്ള കൂട്ടുകെട്ടാണ്. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ പലവിധത്തിലുമുള്ള ആരാധനകളെപ്പോലും വിശ്വാസങ്ങളെപ്പോലും ആ രീതിയിൽ വളച്ചൊടിച്ച വ്യക്തിയാണ് അബുൽ ആല മൗദൂദി. ആ മൗദൂദിസമാണ് ജമാഅത്തെ ഇസ്ലാമി. അതില്ലാതെ അവരില്ല. അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമി വെള്ളം പൂശുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമുണ്ട്, അതിവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, സതീശൻ പലപ്പോഴും ഇപ്പൊ ഇവിടെ നിജേഷ് വളരെ കൃത്യമായിട്ട് താങ്കളുടെ ചോദ്യത്തിന് വളരെ കൃത്യമായ രീതിയിൽ പ്രകാശിന്റെ കാര്യത്തിൽ പറഞ്ഞു. പ്രകാശിന്റെ കുടുംബം ഞങ്ങളുടെ കുടുംബമാണ്, അദ്ദേഹത്തിന്റെ മകൾ ഞങ്ങളുടെ മകളാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങളുടെ ഒപ്പമുള്ള ആളാണ്, ഞങ്ങളുടെ അത് നിജേഷ് അരവിന്ദ് പറയുന്നത് അത് കറക്റ്റാണ്. നിജേഷ് അരവിന്ദ് പറയുന്നത് സത്യമാണ്. അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരും ഉണ്ട് അതിൽ. അതെ, തീർച്ചയായിട്ടും. അവിടെയാണ് ഈ അറിഞ്ഞോ അറിയാതെയോ, ഞാൻ അറിഞ്ഞിട്ട് ബോധവാനം പറയാനൊന്നും പറയുന്നില്ല, VD സതീശന് ഇപ്പൊ എവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി പ്രകാശിന്റെ വീട്ടിൽ പോകണമെന്ന് പോകേണ്ട കാര്യം എന്താണ്, അങ്ങനെ പോകണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുന്നത് അത് ഏത് ഘട്ടത്തിലായാലും പറ്റില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പോകാൻ പ്രകാശ് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ എന്ന് പറഞ്ഞാൽ മതി. അതിനപ്പോ അനാവശ്യമായ ചില പ്രതികരണങ്ങൾ ഉണ്ടായതാണ് ഇവിടെയൊക്കെ പ്രശ്നമായി. അത് ഒരു രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്നതിൻ്റെ പരിചയക്കുറവ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലോ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലോ ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു പരിചയക്കുറവ്, ആ പരിചയക്കുറവിൽ നിന്ന് വരുന്നൊരു ധാർഷ്ട്യം തീർച്ചയായും സതീശനുണ്ട്. അത് നമ്മളൊക്കെ കണ്ടതാണ്, വിലയിരുത്താണ്. അതിൻ്റെ പ്രതിഫലനമാണത്. അതൊരു പക്വതക്കുറവാണ്. നമ്മൾ അദ്ദേഹത്തെ വിലയിരുത്താൻ ആളല്ല, ഒന്ന് നിരീക്ഷണത്തിൻ്റെ ഭാഗമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ അതിലേക്ക് വരാം. ശ്രീ A സജീവൻ ദയവായി ഒന്ന് തുടരൂ. ശ്രീ നിജേഷ് അരവിന്ദ്, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് ആത്യന്തികമായി നിങ്ങൾക്ക് ദോഷം ചെയ്യും, അത് വലിയ രീതിയിലെ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് പറയുന്നത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും അത് തിരിച്ചടിയാകും. കാരണം AP സുന്നി, EK സുന്നി, മുജാഹിദ് വിഭാഗങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാകട്ടെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ അത്ര കണ്ട് പിന്തുണയുമില്ല. ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ അത്ര കണ്ട് പിന്തുണയില്ല.
നമുക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങാം ജിംഷാദെ. ആദ്യം പറഞ്ഞ 2500 കോടി, 2000 അല്ല 2500 കോടി. ഇപ്പോൾ VPP മുസ്തഫ പറഞ്ഞത് 660 രൂപ ജലജീവൻ മിഷൻ, 165 കോടി രൂപ മലയോര ഹൈവേ, 8 കോടി ലൈഫ് മിഷൻ, 18 കോടി മറ്റും തോന്നുന്നു. എല്ലാം കൂടി ഞാൻ കൂട്ടി വെച്ചപ്പോൾ 865 ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരു 1000-ത്തിനടുത്ത് 800 കോടിയുടെ ബാക്കി കാണുന്നുണ്ട്. അതെവിടെയാ പ്രയോഗിച്ചതെന്ന് ശ്രീ അത് അദ്ദേഹം പറയും, പേടിക്കണ്ട, കണക്കുണ്ട്, വെറുതെ ചോദിച്ചു വാങ്ങണ്ട. കൂടി വിശദീകരിക്കണം. വെറുതെ താങ്കൾ നേരത്തെ പറഞ്ഞത് 1 രൂപയുടെ വികസനം പോലും ഉണ്ടായിരുന്നതാണ്. അത് അദ്ദേഹം അത്രയെങ്കിലും പറഞ്ഞു. വേണ്ടി നിങ്ങൾ നാട്ടുകാർ നിങ്ങൾ പറഞ്ഞ കണക്ക് ഞാൻ കൂട്ടി വെച്ചതാ. 865 നാട്ടുകാരെ 2000 കോടി 2500 കോടി എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുമ്പോ ജലജീവൻ മിഷന്റെ പൈസ, മലയോര ഹൈവേയുടെ പൈസ, റോഡ് ടാർ ചെയ്ത പൈസ, നിങ്ങൾ എന്ത് പ്രോജക്റ്റാണ്, എന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നത്? ഞാൻ 3 കാര്യങ്ങൾ ചോദിച്ചു. അതിനെപ്പറ്റി എന്നൊരു അക്ഷരം പറയാനില്ല. പിന്നീടാണ് അദ്ദേഹം കൊണ്ട് വ്യാജ വാർത്ത. ഏതായാലും മുസ്തഫ പറഞ്ഞു തന്നായി, തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ സ്ക്രീൻഷോട്ടിൻ്റെ ഒക്കെ ഒരു കാലം ജീവൻ ഓർമ്മയുണ്ടാവില്ല. എൻ്റെയും നിങ്ങളുടെയും നാട്ടിൽ കോഴിക്കോട്ട് വടകരയിൽ ഉണ്ടാക്കിയ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് എവിടെ പോയി? അതിന് സമാനമായ ചർച്ചയാണ്. എത്ര പേരെ അറസ്റ്റ് ചെയ്തു വ്യാജ സ്ക്രീൻഷോട്ടിൽ? ഒരു കാലഘട്ടത്തിൽ വടകര പോലെയുള്ള വാഹന പരിശോധനകളെ പോലും എതിർക്കുന്ന പ്രദേശത്ത് സ്ഥലത്ത് അവരൊക്കെയല്ലേ ഇത് പറഞ്ഞത്. അതുകൊണ്ട് പിടിക്കണ്ട, താങ്കൾക്ക് യോജിച്ചതല്ല. അല്ല, ഉണ്ടാക്കിയ സാധനം എത്ര പേരെ തീർന്നില്ല, എത്ര പേരെ അറസ്റ്റ് ചെയ്തു. അന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ്, അഖിലേന്ത്യാ പ്രസിഡന്റ് ഒക്കെ വടകരയിൽ ഒന്ന് പ്രസംഗിച്ചൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അല്ല, നമുക്ക് ഇവിടേക്ക് വരാം. അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നമുക്ക് നിലമ്പൂരിലേക്ക് വരാം. വടകര കഴിഞ്ഞു, നിലമ്പൂരിലേക്ക് വരാം. വിത്തുമില്ല, 1 ലക്ഷത്തി അല്ല ഈ പിന്നെ രണ്ടാമത്തെ ജമാഅത്തെ ഇസ്ലാമി അത് താങ്കൾ ഒഴിഞ്ഞു മാറിയാണ്. സമയം പോകും. വീട്ടിൽ പോയ കാര്യം പറഞ്ഞല്ലോ. എന്തായാലും വി എസ് അച്യുതാനന്ദന് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാള് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായില്ല. അത് തെറ്റാണ്, അങ്ങനെ പറയരുത്. നിജേഷ്, അത് പറയരുത്. എവിടെയാണ് സ്വരാജ് അങ്ങനെ പറഞ്ഞത്? ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അന്വേഷിച്ചാൽ മതി ആരാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക്. നല്ല ഭാഷ. ഞാൻ ഏതാണ്ട് സ്കൂൾ തലം മുതൽ കൃത്യമായി മാധ്യമങ്ങളിൽ വാർത്ത ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് വരെ എം സ്വരാജ് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. വ്യാജ വാർത്ത വന്നപ്പോൾ എം സ്വരാജിനെ പ്രതിരോധിച്ച് പറഞ്ഞു, എവിടെയും എന്റെ നേതാവിനെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അത് നൈതികതയ്ക്ക് ചേർന്നതല്ല, അത് നൈതികതയ്ക്ക് ചേർന്നതല്ല. ആര്യാടൻ ഷൗക്കത്തിനെ ലെഗസി എന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ കൗൺസിലറും മുനിസിപ്പൽ ചെയർമാനും ഒക്കെയായി വന്ന മാനവേദൻ ഹൈസ്കൂളിലെ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആൾക്ക് നിങ്ങൾ പാരമ്പര്യം വെട്ടിവെച്ചു. ഞാനതിൽ പറഞ്ഞില്ല, ഞാനതിന് മറുപടി പറഞ്ഞില്ല. പക്ഷേ ഈ വാക്ക് കേരള രാഷ്ട്രീയത്തിൽ എവിടെ ഉടലെടുത്തു? സജീവേട്ടൻ മാധ്യമ പ്രവർത്തകനാണല്ലോ. ഞാനിപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ ബാക്കിയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. നേരത്തെ പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പ്രിയപ്പെട്ട സജീവേട്ടൻ, നിങ്ങൾ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് എനിക്ക് പറയാനുള്ളത്. ഒരു ചോദ്യത്തിന് ഞാനൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. അതായത് അവരുടെ അടച്ചിട്ട യോഗങ്ങളിൽ എം സ്വരാജ് പറഞ്ഞു എന്ന് പറഞ്ഞ് ആരോ ഇറക്കിയ ഒരു വാർത്തയാണ്. പുറത്തിറങ്ങി വന്ന് എം സ്വരാജ് കൃത്യമായി അതിനുശേഷവും ഒക്കെ അതിനെ സംബന്ധിച്ച് കൃത്യമാക്കിയിട്ടുണ്ട്. എൻ്റെ നേതാവ് VS അച്യുതാനന്ദനെ കുറിച്ച് അങ്ങനെ ഞാനൊരു വാക്ക് പറഞ്ഞിട്ടില്ല, തെളിയിച്ചാൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് പരസ്യമായി പറഞ്ഞൊരു മനുഷ്യനാണ് എം സ്വരാജ്. നമ്മൾ ആരും കേട്ടിട്ടില്ല അങ്ങനെ പറയുന്നത് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ കാര്യം. പക്ഷേ അങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നൊരു വാക്ക് താൻ പറഞ്ഞിട്ടില്ലെന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സത്യസന്ധമായി തുറന്നാവർത്തിച്ച് പറഞ്ഞ സ്വരാജിനെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വ്യാജ വാർത്തകളുടെ പിന്നാലെ നിജേഷ് പോകരുത്. നിജേഷിനെ പോലെ കോൺഗ്രസ്. ഞാൻ ചോദിക്കുന്നത് ഇനി നമുക്ക് ഇവിടേക്ക് ഈ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചത് അജിംഷാദ് തിരിച്ചു ചോദിക്കട്ടെ ഒരാള്. അല്ല, ഞാൻ അതിലേക്ക് വരാം. അല്ല, ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരു നേതാവിനെ പറ്റി പാർട്ടി യോഗത്തിനകത്ത് പറഞ്ഞത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്ന് ആരെങ്കിലും സമ്മതിക്കുമോ?
ആരെങ്കിലും സമ്മതിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ഞാനത് അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എന്റെ പാർട്ടി കേട്ടിട്ടുള്ളവരുണ്ടാകുമല്ലോ. എന്തെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുള്ള ആരും അത് പുറത്തേക്ക് കേട്ടിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അത് ഞാൻ വ്യാജ ഇപ്പൊ വാർത്തയാണ്. ഞാൻ- അത് വ്യാജ അത് വാർത്തയാണ്. സ്വാഭാവികം. പറഞ്ഞതാണ്. അത് അത് ശരിയല്ല. അത് ശരിയല്ല. അല്ല, കാരണം അജിം ഷാദ്, ഒരു സംഭവിക്കാത്ത കാര്യം വാർത്തയായി എത്തുമ്പോൾ അതിനെ സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് പറഞ്ഞത് ശരിയല്ല. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അജിം ഷാദ് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ ഒരു കാര്യം പറയാം നിജേഷ്, അവരുടെ ഉൾപാർട്ടി സംവിധാനത്തിൽ പറഞ്ഞ കാര്യത്തെ നമ്മൾ ഇവിടേക്ക് വലിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. പരസ്യമായി വി പ്രകാശിന്റെ കൈതട്ടി മാറ്റി പോകുന്നതാണ് നമ്മൾ കണ്ടത്. പരസ്യമായ ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മൾ കണ്ടത്. അടച്ചിട്ട മുറിയിൽ അവരുടെ ഉൾപാർട്ടി പറഞ്ഞിട്ടില്ല. അത് വിടൂ. അല്ല, ഞാൻ നമുക്ക് ഇവിടേക്ക് വരാം. ജമാഅത്തെ ഇസ്ലാമിയെ എന്തിനാണ് സതീശൻ ഇതുവരെ അജിം ഷാദ് ഇതുവരെ ഞാനൊരു സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല. നിങ്ങൾ അന്വേഷിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാളുടെ പേരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. വ്യാജ വാർത്ത, വ്യാജ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞപ്പോ ഓർമ്മകൾ പെട്ടെന്ന് പോവുമല്ലോ. പെട്ടെന്ന് വടകരയ്ക്കൊക്കെ പോകും. പിന്തുണ കൊടുത്തു. അതല്ല, ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചത് എന്തിനാണ്? വി ഡി സതീശൻ എന്തിനാണ് ന്യായീകരിച്ചത്? അവർ പഴയ കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങിയോ? തീർച്ചയായിട്ടും നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസം ചർച്ച ചെയ്തു. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. ഫാക്റ്റാണ്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നു. അതും ഫാക്റ്റാണ്. വെൽഫെയർ പാർട്ടി ഇതുവരെ ഏതെങ്കിലും മതരാഷ്ട്രവാദത്തെ പറ്റി പറഞ്ഞത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ചർച്ച. ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങളാണ് ബാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്, ഞങ്ങളല്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഓഫീസിൽ പോയി വാങ്ങിയ MP-മാർ തമിഴ്നാട്ടിൽ CPM-നുണ്ട്. കഴിഞ്ഞ ചർച്ച ഞാൻ എടുത്തിട്ടില്ല, ഇന്നത് വരില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കത്തും കാര്യങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കാത്ത ഇടതുപക്ഷം വെൽഫെയർ പാർട്ടിക്ക് കൊടുത്ത മുന്നണിയാണ് ഇടതുപക്ഷ. അല്ല ഈ ഒരു കാര്യത്തിൽ വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദം എന്നാണ് ഉന്നയിച്ചതെന്ന് അജിം ഷാദ് വ്യക്തമാക്ക്. ഞാനിതുവരെ സൗഹൃദമുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചതും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചതും TK അബ്ദുള്ള എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ പറഞ്ഞതുമായ ആ കാര്യം ഒന്ന് കേൾക്കാം. അത് പഴയതാണ്, പക്ഷേ എങ്കിലും ഈ ഘട്ടത്തിൽ അത് പ്രസക്തമാണ്. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതൊന്ന് കേൾക്കാം. രണ്ട് വാക്കുകളും കേൾക്കട്ടെ. അവരെ ആ വാദമൊന്നും അവർ ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല. ഇപ്പോൾ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് വർത്താൻ പറയുന്നത്. നമുക്ക് ഇവിടെ ജീവിക്കട്ടെ. അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോൾ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നെല്ലാം പറഞ്ഞുവിടും. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. വാചക ശൈലിയിൽ ദേശം മിനുക്ക് പണിയൊക്കെ ചെയ്യും. ഇത് അവർ തന്നെ പറയുന്നു. ഇങ്ങനെ വാചകത്തിൽ, അതായത് ജനാധിപത്യം എന്നതും മതേതരത്വം എന്നതും എന്ത് പുച്ഛത്തോടു കൂടിയാണ് പറയുന്നത്. ആ TK അബ്ദുള്ള, അതിനുശേഷം ഷേഖ് മുഹമ്മദ് കാരക്കുന്ന് അടക്കം നിരവധി ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയമായ കുത്തുബാത്തിൽ പറയുന്നത് മൗദൂദിസം, ഇതൊക്കെ വ്യക്തമാണ്. മുസ്ലിം സമൂഹത്തിനും മുസ്ലിം പണ്ഡിതന്മാർക്കും പരമ്പരാഗത മുസ്ലിങ്ങൾക്കും മതേതരവാദികൾക്കും വിശ്വാസികൾക്കും എല്ലാ മതത്തിലെയും ഇവർക്കൊക്കെ ബോധ്യമാണ്. അവരെയാണ് വോട്ടിന് വേണ്ടി ന്യായീകരിച്ചത് വി ഡി സതീശൻ. ഇത് ശരിയാണോ നിജേഷ്? താങ്കൾ പകരത്തിന് പകരം പഴയ കാര്യം പറയരുത്, ഇപ്പോഴത്തെ കാര്യം പറയരുത്. ശരിയാണോ ഇത്? അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ല പഴയ കാര്യമല്ലെന്നേ ഞാൻ ചോദിക്കുന്നത്. ഈ വെൽഫെയർ പാർട്ടി ഉണ്ടായ കാലത്തെ ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടാണ് സീറ്റ് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എത്ര തെളിവുകൾ തരാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ തേടുകയോ അവരെ വെള്ളപൂശുകയോ അവരെ ഇത്തരത്തിൽ ന്യായീകരിക്കുകയോ അവരുമായി അസോസിയേറ്റ് പാർട്ണർഷിപ്പ് എന്താണ് UDFൽ അതും അങ്ങനെ ഒരു പ്ലാനിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കൃത്യമായ സംഭവം പറയാം.
കൃത്യമായി 2010 കിനാലൂർ സംഭവം ഉണ്ടായത്. ഞാനായിരുന്നു അന്ന് അതിന്റെ ചെയർമാൻ. എനിക്കത് പരിക്കൊക്കെ പറ്റി കിടക്കുന്നു. അന്ന് സോളിഡാരിറ്റി സമരത്തിലുണ്ടായിരുന്നു. അന്ന് CPM-ന്റെ ഏറ്റവും വലിയ വാദം തീവ്രവാദികളാണ്. 2011 തെരഞ്ഞെടുപ്പിൽ എളമരം കരീം, ഈ സമരത്തിന്റെ എതിർപക്ഷത്ത് നിന്ന് എളമരം കരീം ബേപ്പൂരിൽ മത്സരിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഒരു പട്ടിക ഇറക്കി. അതിൽ മൂല്യം നോക്കി വോട്ട് കൊടുത്തതിൽ 1-ാം സ്ഥാനത്തായിരുന്നു എളമരം കരീമിന്. 2011 വേണ്ട എന്ന് എളമരം കരീം നിരന്തരമായിക്കൊണ്ട് ഈ സോളിഡാരിറ്റിക്കെതിരെ പറഞ്ഞ ആൾക്ക് മൂല്യം നോക്കിയാൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഓർമ്മയുള്ള കാര്യമാണ്. പറഞ്ഞിട്ടില്ല. സജീവൻ കൃത്യമായി അതിനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു. എന്താണെന്നറിയാമോ? അവരുടെ പിന്തുണയോ അവരുടെ ഇഷ്ടമോ അനുസരിച്ച് ആർക്കെങ്കിലും ഏതെങ്കിലും മുന്നണിക്കൊക്കെ വോട്ട് ചെയ്യുമെന്ന് അവർ പറഞ്ഞിരിക്കാം. അവർ വോട്ട് ചെയ്യാം. ആരുടെ വോട്ട് ചെയ്യുന്നവരെ കൈ പിടിക്കാൻ നമുക്കാകില്ലല്ലോ. പക്ഷേ ഈ VD സതീശനും ഇപ്പോഴത്തെ UDF നേതൃത്വവും കാട്ടുന്നത് പോലെ അവരെ വെള്ളപൂശാനും അവരുടെ മതരാഷ്ട്രവാദം ഇല്ല എന്ന് അവരെ ന്യായീകരിക്കാനും പോയിട്ടില്ല. അത് സതീശൻ ചെയ്തു. അതാണ് തെറ്റ്. അതാണ് രാഷ്ട്രീയ തെറ്റ്. ശ്രീ നിജേഷ്, അല്ല ഞാൻ ചോദിക്കാം, അജിം ഷാദിനോട് ചോദിക്കട്ടെ. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്റ്റേറ്റ് അമീർ മുജീബ് റഹ്മാൻ നിലമ്പൂരുകാരനാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ കൊടുത്തതായിട്ട് അജിം ഷാദ് തെളിയിക്കാൻ പറ്റുമോ? മറിച്ച് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. റസാഖ് പാലേരിയാണ് ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളൊക്കെ കാണുന്നുണ്ട്. അല്ല, അങ്ങനെ RSSനെയും BJP-യെയും വ്യതിരിക്തമാക്കി പറയുന്നത് പോലെയുള്ള ഒരു വലിയ തമാശയാണ്. അതൊരു വലിയ തമാശയാണ്. ഒന്നുകൂടി അജിം ഷാദെ എന്റെ ഒരു ചെറിയൊരു സംശയം, ചെറിയ സംശയത്തിലൂടെ നമ്മുടെ വിജയരാഘവനെ കാണാൻ വേണ്ടിയിട്ട് തലക്കെട്ടൊക്കെ കിട്ടിയ ഒരു ഹിന്ദു മഹാസഭക്കാരൻ വന്നില്ലായിരുന്നോ? അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തത് അത് ഏത് ഗണത്തിൽപ്പെടും? ആ ഹിന്ദു മഹാസഭക്കാരൻ ഇടതുമുന്നണിയുടെ കൺവീനറുമായിട്ട് പൊളിഞ്ഞു പോയതാണ്. ഹിന്ദു മഹാസഭക്കാരൻ നിലമ്പൂരിൽ പ്രസ് ക്ലബ് നിലമ്പൂരിലെ പ്രസ് ക്ലബിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്തി പിന്തുണ പ്രഖ്യാപിച്ച് പോയപ്പോ ഈ വിജയരാഘവൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ സെക്കൻഡിലാണ് എന്ത് ചെയ്തത്? അവർ ഈ സാധനം പുറത്തു വിട്ടത്. ഇതാ കണ്ടോ എടുത്തു നോക്ക്. വിജയരാഘവനും ഹിന്ദു മഹാസഭ തെറ്റാണ്. അത് ഹിന്ദു മഹാസഭയുടെ ആളെയല്ല. അങ്ങനെ ഒരു സംഘടന ഇവിടെ ഇല്ല. ഇത് കേവലം ഒരു ഗിമ്മിക്കാണ്. ഏതോ ഒരു സന്യാസി വര്യൻ വന്നതിനെ നിങ്ങൾ ഹിന്ദു മഹാസഭയാക്കി വളർത്തിയിരിക്കുകയാണ്. അല്ല, നിജേഷും ഈ കൂട്ടത്തിലേക്ക് വീണുപോയി. ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുക ഇങ്ങനെ പറയല്ലേ? കാരണം വെൽഫെയർ പാർട്ടിയും ജമാഅത്തും രണ്ടാണ് എന്ന് ന്യായീകരിച്ച നിജേഷ് ഇതിന്റെ അപ്പുറവും കാട്ടും. ശരിയാണോ? ശരി, ഞാൻ തിരിച്ചെത്താം. അതിനൊക്കെയുള്ള രാഷ്ട്രീയ മറുപടി മുസ്തഫ പറയട്ടെ. ഞാൻ തിരിച്ചെത്താം. ശ്രീ VPP മുസ്തഫ, ഇപ്പോൾ നിജേഷ് അരവിന്ദ് സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് അടക്കം താങ്കൾക്ക് മറുപടി. ഇല്ലാത്ത ഹിന്ദുസഭ അടക്കം വന്നു, വെൽഫെയർ പാർട്ടിയും ജമാഅത്തും രണ്ടായി. ഈ രീതിയിലൊക്കെ നിജേഷ് പോലും ന്യായീകരിക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്തായാലും താങ്കൾക്ക് രാഷ്ട്രീയമായ മറുപടി പറയാം. ഇപ്പൊ നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസനത്തിന്റെ കണക്ക് കൂട്ടി നോക്കി ഞാൻ അദ്ദേഹത്തോട് സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ആകെ എണ്ണി പറയാൻ നിന്നിട്ടില്ല. വിജേഷ് ഇങ്ങനെ എല്ലാം സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരൊറ്റ അഭ്യർത്ഥന, നവകേരള വികസന സദസ്സ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ശ്രീ അൻവർ ഇടതുപക്ഷത്തിന്റെ MLA ആയിരിക്കുമ്പോൾ അവിടെ നടന്നു. നിലമ്പൂർ മണ്ഡലത്തിൽ നടന്നു, ഇതേ നിലമ്പൂരിൽ നടന്നു. അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ഉണ്ട്. സാമാന്യം നല്ല നിലയിലുള്ള ഒരു സ്വീകരിക്കപ്പെട്ട വീഡിയോ ആണ്. അതില് താൻ 9 വർഷം നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ നീണ്ട പട്ടിക തുകയടക്കം അദ്ദേഹം പറയുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ നിജേഷ് ഒന്ന് നോക്കിയാൽ മതി. ഈ കഴിഞ്ഞ 22 ദിവസമായിട്ട് നിലമ്പൂരിലെ ജനതയ്ക്ക് മുമ്പിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് പോകുന്നു. അദ്ദേഹം ഈ കാർഡും പോസ്റ്റും വീഡിയോ ഒക്കെ പറഞ്ഞപ്പോൾ വല്ലാത്ത നിലയിൽ അങ്ങനെ വടകര, ഞങ്ങൾ കോഴിക്കോടുകാരാണ്. നിജേഷേ, കോഴിക്കോട് കടപ്പുറത്ത് കഴിഞ്ഞ UDF ഭരണകാലത്തിന്റെ കുറച്ച് മുമ്പ് ഒരു പൊതുയോഗം നടന്നു. സാക്ഷാൽ ശ്രീ K കരുണാകരൻ ജീവിച്ചിരിക്കുമ്പോൾ ആ പൊതുയോഗത്തിൽ ശ്രീ K മുരളീധരൻ നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേട്ടിട്ടുണ്ടല്ലോ. മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങൾ ഇന്നതിന്റെ ഒക്കെ ആളുകളാണ് എന്ന് എണ്ണി ഞാനിപ്പോ അത് പറയുന്നില്ല, കാരണം അദ്ദേഹം മരിച്ചേതായാലും കല്ലറയിലായി. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച് K മുരളീധരൻ കോഴിക്കോട് കടപ്പുറത്ത് K കരുണാകരന്റെ സാന്നിധ്യത്തിൽ നടത്തിയ പ്രസംഗത്തിൽ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടുണ്ടായ ഒരു കാര്യം എന്താ,
ഈ ആര്യാടൻ ഷൗക്കത്ത് മുസ്തഫ ഇപ്പോ അതിനേക്കാൾ ആര്യാടൻ നന്നായി ഞാൻ ഷൗക്കത്ത് പറഞ്ഞുതരാം. പൂർത്തീകരിക്കട്ടെ. മുസ്തഫ ഞാൻ അതിനേക്കാൾ നന്നായി ഞാൻ പറഞ്ഞുതരാം. പൂർത്തീകരിക്കട്ടെ. മുസ്തഫ ഞാൻ പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ പാലക്കാട് നിങ്ങൾ സ്ഥാനാർത്ഥി പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. പാലക്കാട് ഞാൻ സ്ഥാനാർത്ഥി പൂർത്തീകരിക്കട്ടെ. സരിൻ അപ്പോൾ നിങ്ങളുടെ പിണറായി വിജയനെ പറ്റി സ്ഥാനാർത്ഥി- പറഞ്ഞത് ഉണ്ട്. നിങ്ങളുടെ സ്ഥാനാർത്ഥി- അതെടുത്ത് നോക്കിയാൽ നിങ്ങളുടെ പരിശോധിച്ചാൽ സ്ഥാനാർത്ഥി- അല്ലല്ല മനസ്സിലാവും. ഈ കെ മുരളീധരൻ ഇപ്പോഴും കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. കോൺഗ്രസ് നേതാവ് ഞാൻ തന്നെയാണ്. പറഞ്ഞേട്ടെ അതുകൊണ്ടുണ്ടായ ഒരു കാര്യം എന്താ ജിൻഷേ, ആര്യാടൻ ഷൗക്കത്ത് വി പ്രകാശിന്റെ വീട്ടിൽ മാത്രമല്ല പോകാതിരിക്കുന്നത്, ശ്രീ കെ കരുണാകരന്റെ കല്ലറയിലും പോയില്ല. നിലമ്പൂരിൽ നിന്ന് പുതുപ്പള്ളിയിൽ പോയി ഉമ്മൻചാണ്ടിയുടെ കല്ലറ, നല്ലത് ആദരവ് കൊടുക്കുന്നത് മരിച്ച നേതാവിന്, പ്രത്യേകിച്ച് ആ ഉപ്പയുടെ ഗ്രൂപ്പുകാരൻ കൂടിയായിരുന്നല്ലോ അതുകൊണ്ട്. പക്ഷേ ആ പോകുന്ന വഴിയിലാണല്ലോ തൃശ്ശൂരിൽ ശ്രീ കെ കരുണാകരന്റെ കല്ലറയുള്ളത്. എന്തേ അവിടെ ഒരു പൂവ് വെക്കാൻ, അവിടെ ഒരു ചന്ദനത്തിരി കത്തിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് തോന്നിയില്ല? ശരി, നിൽക്കില്ലാന്നേ. conclude ചെയ്യാം, ശ്രീ കെ പി സി സി പ്രസിഡന്റായിരുന്ന കെ മുരളീധരനെ കുറിച്ച് നിലവിൽ കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ വീഡിയോയും ഉണ്ടല്ലോ. ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന വീഡിയോ. പക്ഷെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് സഖാവ് വി എസിനെ കുറിച്ച് സഖാവ് സ്വരാജ് പറഞ്ഞ ഒരു വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവനയുടെ ശരിയായ ഒരു തെളിവ് ഹാജരാക്കാനുണ്ടോ? നിങ്ങളുടെ നേതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ കെ സുധാകരൻ ഈ VD സതീശനെ കുറിച്ച് ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്ക് നമുക്ക് ഇവിടെ ഉദ്ധരിക്കാൻ കഴിയുമോ നിജേഷ്? അതിന്റെ വീഡിയോ ഇല്ലേ? ഇതെല്ലാം വീഡിയോ ആണ്. നിങ്ങൾ പരസ്പരം വിളിച്ചു പറഞ്ഞതിന്റെ അങ്ങനെ ഒരു അനുഭവം CPM ഇല്ല. അതുകൊണ്ടാണ് സ്വരാജ് തൃപ്പൂണിത്തുറയിൽ ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ നിന്നപ്പോൾ 2016 അന്ന് സഖാവ് സ്വരാജിന്റെ കൈപിടിച്ച് സഖാവ് സ്വരാജിനെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ സാക്ഷാൽ സഖാവ് VS എത്തിയത്. അതിന്റെ വീഡിയോ ലഭ്യവുമാണ്, എത്രയും ലഭ്യമാണ്. തീർച്ചയായും അത് വ്യക്തമാണ്. അത് വ്യക്തമാണ്. ഈ ഹിന്ദു മഹാസഭയും കൂടെ പറഞ്ഞ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതെ. രണ്ട്, എവിടെയാണ് കേരളത്തിൽ ഹിന്ദു മഹാസഭയുള്ളത്? നിജേഷ് ദീർഘകാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിനുണ്ടല്ലോ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളതിന് ഒന്ന് പറയൂ നിജേഷ്, എവിടെയാണ് കേരളത്തിൽ? തിരുവനന്തപുരത്ത് നമ്മൾ ശിവസേനയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കേരളത്തിൽ കുറച്ച് ശിവസേന അവിടെ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ എവിടെയാ ഒരു ഹിന്ദു മഹാസഭയുള്ളത്? ഇന്ന് വരെ ആരും കേൾക്കാത്ത ഒരു പാർട്ടിയെ, ഒരു കാശായ വസ്ത്രം ധരിച്ച ഒരാളെ കാണിച്ചിട്ട് ഹിന്ദു മഹാസഭയുടെ പിന്തുണ എന്നൊക്കെ തീർച്ചയായും അത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീ എ സജീവന് പറയാൻ പറ്റും. ശ്രീ എ സജീവൻ, ഹിന്ദു മഹാസഭയെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? വളരെ ചുരുക്കി ഒരു സെന്റൻസിൽ ഹിന്ദു മഹാസഭയെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ കേരളത്തിൽ? അങ്ങനെ ഒരു നേതാവുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കേരളത്തില് ഹിന്ദു മഹാസഭയുടെ ഒരു പ്രവർത്തനവും ഞാനിതുവരെ കേട്ടിട്ടില്ല. മാത്രമല്ല ഇതിന്റെ രണ്ടാളുകൾ ഇപ്പം ഇവിടെ CPM നേതാക്കന്മാരെ പോയി കണ്ടു എന്ന് പറയുന്ന ആളുകളെ എതിർത്തുകൊണ്ട് ഇതേ ഹിന്ദു മഹാസഭയാണ് ഞാനെന്ന് പറയുന്ന ഒരു തോക്കുസ്വാമി ഉണ്ടല്ലോ, അദ്ദേഹം നടത്തിയ പ്രതികരണം കൂടി നമ്മൾ കാണേണ്ടതാണ്. അവരൊന്നും ഹിന്ദു മഹാസഭയുടെ ആളുകളെ അല്ല എന്നാണ് അങ്ങനെ. തീർച്ചയായും എന്തായാലും നമ്മൾ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ഇല്ലാത്ത കഥകൾ പറഞ്ഞ് അതിജീവിക്കാം പല ഘട്ടങ്ങളെയും, പക്ഷേ ജനങ്ങളുടെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ല. അവർ മൗന വിചാരത്തിലാണ്. ഇനി അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകും. നിലമ്പൂർ എന്ത് എന്ന് നമുക്ക് 19 അതിനുശേഷം 23 ഒക്കെ തിരിച്ചറിയാനാകും. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിലൂടെ പൂർണ്ണമാകുന്നു.